വിവാഹ ധൂർത്തിനെതിരായ ഒരു ശ്രദ്ധക്ഷണിക്കൽ പ്രമേയം ഇക്കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ CPI നേതാവ് മുല്ലക്കര രത്നാകരൻ അവതരിപ്പിച്ചിട്ട് അധിക നാളായിട്ടില്ല. മകളുടെ കല്യാണം ലളിതമാക്കി നടത്തിയ CPI നേതാവ് ബിനോയ് വിശ്വത്തിൻ്റെ കാര്യം മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി മുല്ലക്കരയെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. മുല്ലക്കരയുടെ ആഹ്വാനം പക്ഷേ MLA ആയ നാട്ടിക അംഗം ഗീതാ ഗോപി നടപ്പാക്കിയത് വിവാദമായിരിക്കുകയാണ്. മകളുടെ കല്യാണത്തിന് ആഡംബരമൊട്ടും കുറയ്ക്കാത്ത MLAയോട് വിശദീകരണം തേടിയിരിക്കുകയാണ് പാർട്ടി. പരിധിവിട്ട ആർഭാടം നടക്കുന്ന വിവാഹങ്ങളിൽ, അതായത് രാഷ്ട്രീയ നേതാക്കന്മാരും ഉദ്യോഗസ്ഥ പ്രമുഖരും ഉൾപ്പെടെയുള്ള സമൂഹത്തിലെ ആളുകൾ പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ തന്നെ ഇതിൻ്റെ അന്തസ്സിനൊരു ഇടിവ് വരും സാർ. അത് ചെയ്യുന്നതിനുള്ള അത് പൊതുബോധമാണ്, തീരുമാന നിയമമല്ല. ഒരു ബോധത്തിലേക്ക് എത്തിക്കാൻ പരിശ്രമിക്കുമോ സാർ? എനിക്ക് ചില നിബന്ധനകൾ മുമ്പോട്ട് വെക്കാനുണ്ട്. കല്യാണത്തിന് ആർഭാടങ്ങളൊന്നും പാടില്ല. ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വെച്ച് വളരെ ലളിതമായ ഒരു ചടങ്ങ്. ഞാനൊരു രക്തഹാരം അങ്ങോട്ടണിയിക്കും, കുട്ടി ഒരു രക്തഹാരം ഇങ്ങോട്ടണിയിക്കും. അതിനുശേഷം അരമണിക്കൂർ നേരം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഞങ്ങളുടെ പാർട്ടി സൂക്തങ്ങൾ ഉറക്കെ ചൊല്ലും. പിന്നെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം. ചടങ്ങ് തീർന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത സഹപ്രവർത്തകനും എൻ്റെ സുഹൃത്തുമായ ശ്രീ ബിനോയ് വിശ്വത്തിൻ്റെ മകളുടെ കല്യാണമാണ്. അതിന് പണമൊന്നും സമാഹരിച്ച് വെച്ചിരുന്നില്ല. രജിസ്റ്റർ ഓഫീസിൽ കല്യാണം കഴിച്ചു. ആളുകളെ അറിയിച്ചില്ല. കൂടുതൽ ആളുകൾ, വളരെ ചുരുക്കം പേര് അറിയിച്ചു തന്നെ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അതെ, അറിയിച്ചവരോട് വരണ്ടെന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെയെല്ലാമുള്ള കല്യാണങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. GST വരുമ്പോൾ സിനിമാ വ്യവസായത്തിനു വരുന്ന നൂലാമാലകളുടെ ഭാണ്ഡക്കെട്ടുമായാണ് മലയാള സിനിമയിലെ സംഘടനക്കാർ ധനമന്ത്രി തോമസ് ഐസക്കിനെ കാണാൻ പോയത്. സിനിമ ഒരേ സമയം വ്യവസായവും വിനോദവും ആയതിനാൽ വ്യാപാര നികുതിയും കൊടുക്കണം, വിനോദ നികുതിയും നൽകണം. GST ആശങ്കകളുമായി വരുന്ന സ്വർണ്ണക്കാർ ഉൾപ്പെടെ എല്ലാവരെയും സന്തോഷിപ്പിച്ചു വിടുന്ന ധനമന്ത്രി സിനിമക്കാരുടെ ഡിമാൻഡുകളെല്ലാം അംഗീകരിച്ചു. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന് പറയും പോലെ മന്ത്രിയെ പുകഴ്ത്തി രണ്ടു വാക്കുകൾ സിനിമക്കാരും കാച്ചി. കേരള സർക്കാർ ചർച്ച ചെയ്തിട്ട് ഇന്നെടുത്ത തീരുമാനം രണ്ട് നികുതിയും കൂടി ബാധകമാക്കില്ല. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ വിനോദ നികുതി മാറ്റിവെക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വൈഷമ്യവും ഇല്ല. ഇവിടെ വരുമ്പോൾ കുറേ നേരം മിനിസ്റ്ററായിട്ട് സംസാരിച്ച് തർക്കിക്കാനുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു സെക്കൻഡിനകത്തല്ല അവസാനിപ്പിച്ചു. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതല്ലേ, അത് ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. കാരണം ഒരു സിനിമയുടെ പ്രതിസന്ധി എന്ന് പറയുന്നത് വലിയതാണ്. ഈ പറഞ്ഞ പോലെ ടാക്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. അപ്പോൾ അത് പിന്നെ ഇന്ത്യയിൽ 2 സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, പഞ്ചാബും കേരളത്തിലും മാത്രമേ ഉള്ളൂ. അത് മിനിസ്റ്റർക്കും അതെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് തീരും. ഇനിയും നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യും. ഞങ്ങളും ഒപ്പം തന്നെ ഏത് കാര്യത്തിനും ഉണ്ടാവുമെന്ന് ഞങ്ങളുടെ അസോസിയേഷൻ സോപ്പിട്ടോ, പക്ഷെ പതപ്പിക്കരുത്. ഒരുപക്ഷെ ഇന്ത്യൻ സ്റ്റേറ്റിലെ കേരള സ്റ്റേറ്റിലെ ഫൈനാൻസ് മിനിസ്റ്ററാണ് ആദ്യമായിട്ട് ഇത്രയും ബോൾഡായിട്ടൊരു ഡിസിഷൻ എടുത്ത് ക്ലാരിറ്റിയോടെ പറഞ്ഞത്. കാരണം എല്ലാവരും കിടന്ന് തപ്പിക്കൊഴിയുന്ന ആരും ഒന്നും പറയുന്നില്ല. ഇവിടെ ക്ലിയർ കാര്യം പറഞ്ഞു. സോപ്പിട്ടോ, പക്ഷെ പതപ്പിക്കരുത്. കാര്യം പറഞ്ഞു. ഇൻഡസ്ട്രി സേഫ്. അത് മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഒരു മെസ്സേജ് ആയിരിക്കും. തീർച്ചയായിട്ടും സോപ്പിട്ടോ, പക്ഷെ പതപ്പിക്കരുത്. ഏറ്റവും വലിയൊരു പ്രശ്നം വാദിക്കാനുള്ള സ്കോപ്പ് ഒന്നുമില്ല. നിരാശരാണ്. 3-4 ദിവസമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ഇങ്ങനെ. എന്തായാലും വളരെ സന്തോഷം. നന്ദി. സന്തോഷ സൂചകമായി തന്നതിനെ സ്വീകരിച്ച്
ഞങ്ങളിതാ പോകുന്നു, ഞങ്ങൾ പോകുന്നു, ഞങ്ങൾ പോകുന്നു. സന്തോഷ സൂചകമായി തന്നതിനെ സ്വീകരിച്ച് ബാലകരാം ഞങ്ങളിതാ പോകുന്നു. വീണ്ടും ഒരു ഇടവേള കൂടി. നഗരമാതാവിന്റെ മക്കൾ. കൈകാലാവതില്ലാത്തവനാണ് ദൈവമേ, എന്തെങ്കിലും തരടേ. അമ്മ അമ്മോ, അമ്മ അമ്മ അമ്മോ, അമ്മച്ചേ. മാലിന്യങ്ങൾ നിറഞ്ഞ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാവുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ സമരം കേരളത്തിനും അതിന് ഈ ലോകത്തിനും ഒരു മാതൃകയായിക്കോട്ടെ. വീണ്ടും വക്രദൃഷ്ടിയിലേക്ക്. കോൺഗ്രസ് നഗരം ഭരിക്കുന്ന കൊച്ചിയിലെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അത്ര തൃപ്തരല്ല. നഗരത്തിൽ കുന്നുകൂടിയ മാലിന്യം നീക്കാൻ വളരെ ചെറിയൊരു തല്ലിപ്പൊളി വണ്ടിയുമായി പരിസ്ഥിതി ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇറങ്ങി. എല്ലാവരും മരം നട്ടപ്പോൾ യൂത്ത് കോൺഗ്രസ് മാലിന്യം കോരി നടുവേ ഓടി. യൂത്ത് കോൺഗ്രസ്സുകാർ ഇതൊരു സ്ഥിരം പരിപാടിയാക്കിയാൽ നഗരമാതാവ് സൗമിനി ജെയിനിന് ഒരു ഹെൽപ്പുമായി. മാനോടും താഴ്വാരത്തെ മാളോരെ നൃത്തം കണ്ടേ, തമ്പ്രാനും തമ്പ്രാട്ടിയും തന്തോളം കൂരുന്നുണ്ടേ. ചാം ചക്കാം കിച്ചക്കാം 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 ജാം ചക്കാം കിച്ചക്കാം കിച്ചക്കാം ചക്കിച്ചക്കാം. കൈകാലാവതില്ലാത്തവനാണ് ദൈവമേ, എന്തെങ്കിലും തരടേ. അമ്മ അമ്മോ, അമ്മ അമ്മ അമ്മോ, അമ്മച്ചേ. കൈകാലാവതില്ലാത്തവനാണ് ദൈവമേ, ഈ പാവപ്പെട്ടവരെന്തെങ്കിലും തരടേ. ഇന്നും എറണാകുളം വെള്ളത്തിന്റെ അടിയിലാണ്. എപ്പോഴും റെയിൽവേ സ്റ്റേഷൻ എടുത്തു നോക്കിയാലും KSRTC ബസ് സ്റ്റാൻഡ് എടുത്തു നോക്കിയാലും മാലിന്യങ്ങൾ നിറഞ്ഞ ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാവുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ സമരം കേരളത്തിനും അതിന് ഈ ലോകത്തിനും ഒരു മാതൃകയായിക്കൊണ്ട്. അയ്യേ, ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. ജുംബ 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 ജുംബ. NCP സംസ്ഥാന അധ്യക്ഷൻ ഉഴവൂർ വിജയന്റെ പാർട്ടിയിലെ പ്രശ്നങ്ങളിൽ തൽക്കാലം വെടിനിർത്തൽ. സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഉഴവൂർ വിജയൻ പ്രസ് ക്ലബ്ബുകൾ തോറും നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളിലാണ് ഇപ്പോൾ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ. അപ്പോൾ പിന്നെ ഉഴവൂരിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ചിലർ ശരത് പവാറിനെ കത്തയച്ചാൽ എങ്ങനെ ശരിയാവും? മാറ്റിക്കഴിഞ്ഞ് വിവരം വരുമ്പോൾ മാത്രമേ ഞാൻ ഗൗരവമായിട്ട് എടുക്കത്തുള്ളൂ. അതിനു മുമ്പ് ആർക്കും പറയാം. എന്നെക്കുറിച്ച് ആരെങ്കിലും രണ്ട് വർത്തമാനം പറയുന്നതാണ് എനിക്കിഷ്ടം. ഇനി പതിവ് പോലെ വാർത്താ സമ്മേളനം. ആദ്യം പശു പ്രശ്നം. 10 മാസം ചുവന്ന് പ്രസവിച്ച പാലൂട്ടി താരാട്ടുപാടി വളർത്തിയ അമ്മയും പശുവും ഒരുപോലെ എന്ന വാദം ഇന്ത്യൻ ജനത അംഗീകരിക്കില്ല. LDF സർക്കാർ 1-ാം വർഷം ആഘോഷിക്കുമ്പോൾ സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടിയാണ് പലതും ചെയ്തതെങ്കിൽ BJP സർക്കാർ 3-ാം വർഷം ആഘോഷിക്കുമ്പോൾ മൃഗങ്ങളോടൊപ്പം അവർ അടിയുറച്ചു നിൽക്കുകയാണ്. 4 ആളും കൂടി എങ്ങോട്ടാ? ഞങ്ങള് 4 പേരും കൂടെ കാശിക്കുക. വരുന്നോ? 5 ആളാവാം. തമാശ പറഞ്ഞതാ. കേരളത്തിലെ പ്രതിപക്ഷം വളരെ ദുർബലമെന്നാണ് ഉഴവൂരിന്റെ പക്ഷം. NCP ഉൾപ്പെടുന്ന കേന്ദ്രത്തിലെ പ്രതിപക്ഷത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ഉഴവൂർ ഇപ്പോഴൊന്നും പറയുന്നില്ല. പറയാനുള്ളത് ഇവർക്ക് പറയാൻ കഴിയും. പക്ഷേ എല്ലാത്തിനും തൊട്ടതിനൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. എനിക്കതിൽ പറയാനുള്ളത് 1000 കട്ടപ്പമാർ വന്നാലും ബാഹുബലിയെപ്പോലെ നമ്മുടെ പിണറായി വിജയൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. കുന്തൻ ചന്ദ്രാവത്ത് വിചാരിച്ചിട്ട് ഒരു കുന്തവും നടന്നില്ല. പിന്നെയാണോ ഇവർ ഈ ഇപ്പോഴത്തെ ഈ പ്രതിപക്ഷം ഇത്രയും ദുർബലമായ ഒരു പ്രതിപക്ഷം ഉണ്ടോ? തനിക്ക് എന്നെ കൊല്ലായിരുന്നില്ലേ? ഇങ്ങനെ വിഡ്ഢിയാക്കുന്നതിലും ഭേദം കൊല്ലുമായിരുന്നില്ലേ? ഇതോടെ ഇന്നത്തെ വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും നാളെ ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.